നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പെരേര ഇനി ഇവിടെ എന്തൊക്കെ അത്ഭുതങ്ങളാ കാണിക്കാൻ പോകുന്നെന്ന് നമുക്കൊന്ന് കേൾക്കാന്നേ. യെസ് മാഡം, അത്ഭുതങ്ങളുടെ ഒരു ചൈനീസ് മതിൽ തന്നെ ഞാൻ ഈ മാണിക്യമംഗലം തറവാട്ടിൽ തീർക്കും. 50 കിലോ സ്നേക്കിന് ഞാൻ ഷാഷായിലേക്ക് ഓർഡർ കൊടുക്കട്ടെ മാഡം? പാമ്പൊന്നും ഞങ്ങൾ കഴിക്കില്ല. നമുക്കൊന്ന് പരീക്ഷയല്ല ചേച്ചി. അയ്യേ, പരീക്ഷണാണല്ലോ എപ്പോഴും നമ്മുടെ ജീവിതം. മാം, എന്തോന്ന്? നന്ദി പറഞ്ഞതാ. ഓ, ഒരു നിമിഷം ഞാൻ ചൈനയിലാണെന്ന് ഓർത്തുപോയി. അതിനടുത്ത് കഴിക്കൂ മാഡം. അപ്പോൾ ഞാൻ പാമ്പിന് ഓർഡർ കൊടുക്കട്ടെ? വേണ്ട, ഞാൻ പറഞ്ഞിട്ട് മതി. ദേ അത് എന്നതാണായിരിക്കുന്നത്. എന്റെ ഡിഷസ് എങ്ങനെയുണ്ട് മാഡം? സൂപ്പർ. ഡിക്രൂസിനെ പോലെ തന്നെ ഡിക്രൂസിന്റെ ഫുഡും ഗംഭീരം. ഈ തെണ്ടി അവളെ വിളച്ചെടുക്കൂ. കഴിക്കൂ മാം, കഴിക്കൂ. ഡിന്നറിന് എന്താ വേണ്ട മാഡം? ഡിന്നറിനും എന്റെ ഭർത്താലം നീ വായും പിടിച്ച് നിന്നോ. നമ്മുടെ ഏട്ടൻ എന്താ മോനെ ഇങ്ങനെ ആയിപ്പോയത്? എല്ലാ അർത്ഥത്തിലും ആ പെണ്ണുങ്ങളെ വീട് കീഴടക്കി കഴിഞ്ഞു. ഏത് സ്വത്തിന്റെ പേരിലാണെന്ന് പറഞ്ഞാലും ഇത്രയൊക്കെ സഹനശക്തി വേണോടാ? എനിക്കറിയില്ല ഏട്ടാ, ആലോചിച്ചിട്ട് എനിക്ക് വട്ടുപിടിക്കുക. ഏട്ടാ, എന്റെ ഏട്ടാ, നിങ്ങളിത് എന്ത് ഭാവിച്ച? എന്തിനാ നമ്മളിങ്ങനെ സഹിക്കുന്നേ? ചെട്ടിയാരുടെ ആളാണെന്ന കാര്യം അജയൻ പറഞ്ഞു കാണുമോ? ഹലോ സർ. ഓക്കെല്ലേ, ഇവിടെ കാര്യങ്ങളാകെ കുഴഞ്ഞു പറഞ്ഞു കിടക്കുക. എന്തു പറ്റി? ഓരോ ദിവസം കഴിയും തോറും മാണിക്യമംഗലത്തെ പെണ്ണുങ്ങള് അഹങ്കാരികളായി മാറിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, സാർ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ. എല്ലാ അഹങ്കാരവും അവസാനിക്കുന്നൊരു ദിവസം ഉണ്ടാവും. അതുവരെ ഞാൻ ഉണ്ടാവുമെന്നാണ് എന്റെ സംശയം. സാറിങ്ങനെ നിരാശപ്പെടാതെ. ഈ കുടുക്കിൽ നിന്നും സാറിനെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്കട്ടെ. വക്കീലെ, വേറൊരു വിഷയമുണ്ട്. എന്താ? അജയൻ ജാമ്യത്തിൽ ഇറങ്ങി. അയ്യോ, അതെങ്ങനെ? ആ ചെട്ടിയാരാ പണി പറ്റിച്ചത്. എന്നിട്ട് അജയൻ അയാൾക്കൊപ്പം പോയോ? ഇല്ല, അവൻ അയാളെ ഒഴിവാക്കി നേരെ ഇങ്ങോട്ട് പോന്നു. ഞാൻ പറഞ്ഞില്ലേ വക്കീലെ, കൂട്ടത്തില് കൂറുള്ളത് അവന് മാത്രമാണ്. ചെട്ടിയാരെ ഉപേക്ഷിച്ച് സാറിന്റെ കൂടെ വന്നതുകൊണ്ടാണോ? അത് സാറിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. ചെട്ടിയാരുടെ മാസശമ്പളം അല്ല അജയ് ഘോഷിന് വേണ്ടത്. 1500 കോടിയുടെ വിഹിതം. ചന്ദ്രദാസ് അല്ല സർ അജയ് ഘോഷ്. കുറുക്കന്, തനി കുറുക്കൻ. കൂട്ടത്തിൽ നിർത്തുമ്പോ സാറ് സൂക്ഷിക്കണം. ഉറക്കത്തിൽ പോലും അയാൾക്ക് മേലൊരു കണ്ണ് വേണം. അറിയാം വക്കീലേ,
ഞാനും കരുതി തന്നെയാ മുന്നോട്ട് നീങ്ങുന്നത്. ഓരോ വളവിലും തിരിവിലും എനിക്ക് നേരെ നീണ്ടുവരാവുന്ന രക്തബന്ധത്തിന്റെ ഒരു കഠാരമുന ഞാനും ഭയക്കുന്നുണ്ട്. ഉറക്കത്തിലുമുണ്ട് ഉണർന്നിരിക്കുന്ന ഒരു കണ്ണ് ഈ വിശ്വനാഥന്. വേഗം വിളമ്പ്, നല്ല വിശപ്പ്. അതെ, നിങ്ങൾക്ക് വിളമ്പി തരേണ്ടത് എന്റെ ഡ്യൂട്ടി അല്ല. അടുക്കളയിൽ ഫുഡ് ഇരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. ഇനി അഥവാ ചൈനീസ് വേണ്ടെങ്കിൽ ഇന്ത്യൻ ഫുഡ് സ്വന്തമായിട്ടുണ്ടാക്കി കഴിക്കാം. ഐ ഹാവ് നോ ഒബ്ജക്ഷൻ. ഇംഗ്ലീഷ് പറഞ്ഞ പേടിപ്പിക്കലടാ പുല്ലേ. എന്തൊക്കെ വേഷം കെട്ടി നടന്നാലും നീ ഇവിടുത്തെ അടുക്കളക്കാരനല്ലടാ. അപ്പോ ഇവിടെയുള്ള എല്ലാവർക്കും വിളമ്പി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കില്ലേ? ഞാൻ പറഞ്ഞില്ലേ മിസ്റ്റർ, എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് കാവേരി മാഡമാണ്. മാഡം തന്നിരിക്കുന്ന ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഞാൻ ഫുഡ് വെക്കുകയും സർവ് ചെയ്യുകയും ചെയ്യുള്ളൂ. പിന്നെ അധികം വന്ന കുറച്ച് ഫുഡ് ഇരിപ്പുണ്ട്, അത് വെറുതെ വേസ്റ്റാക്കി കളയണ്ടെന്ന് വെച്ചാൽ നിങ്ങളോട് കഴിക്കാൻ പറഞ്ഞത്. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ വല്ല സ്ട്രീറ്റ് ഡോഗിനും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തോളാം. പുല്ലേ നിന്നെ ഞാൻ നോ 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 നോ, കോൾ മീ സർ. ചേട്ടാ വിശ്വടാ, ചേട്ടാ ഇത് കണ്ടില്ലേ? അവനോട് ഞാൻ ഇത്തിരി ആഹാരം വിളമ്പി തരാൻ പറഞ്ഞപ്പോ അവൻ ഒടുക്കത്തെ മോടാ. അവൻ പറയാ അവനെ സാറേന്ന് വിളിക്കണമെന്ന്. ഇവനെ ഏടാ Papi amaho, no jago ja, papi amaho. എന്താടാ വിശക്കെന്നൊക്കെ എടുത്ത് കഴിക്കേ. പ്രസ് മീറ്റിനുള്ള ഏർപ്പാടുകളെല്ലാം ഓക്കെ അല്ലേ ഡിക്രൂസ്? യെസ് മാം, റെഡിയാണ്. വരൂ.